മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ലീഗ് വക്താവിനോടുള്ള ലളിതമായിട്ടുള്ള ആദ്യത്തെ ചോദ്യമാണ്, നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിദ്വേഷ പ്രചരണത്തിന് എടുത്ത് ഉള്ളിൽ അടയ്ക്കോ? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ. കാരണം വേറെ ഒന്നുമല്ല, ഇത്തരത്തിലൊരു ചോദ്യം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞ രാത്രിയിൽ നടന്ന മാതൃഭൂമിയിൽ നടന്ന ചർച്ചയിൽ അവതാരിക ലീഗ് വക്താവിനോട് ചോദിക്കുകയാണ്, ചില കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിദേശ പ്രചരണമൊക്കെ നടത്തുന്നവരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു നിയമനിർമ്മാണമൊക്കെ നടത്തിയിട്ടില്ലേ, അതിവിടെയും വേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോ അതെ, അത് വേണ്ടി വരും, അത് ആലോചിക്കാം എന്നൊക്കെ രീതിയിലാണ് ലീഗ് വക്താവ് മറുപടി വരുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് ലീഗ് വക്താവ് തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ എന്താണ് പറയുന്നത് എന്ന് ഞാനൊന്നിവിടെ കൊടുക്കാം. വെള്ളാപ്പള്ളി നടേശൻ എന്തായിരുന്നോ പറഞ്ഞത്, അതേ ശൈലിയിൽ മുൻകാലത്ത് ലീഗിന്റെ 5ാം മന്ത്രി വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ആദ്യം ലീഗ് വക്താവ് പറഞ്ഞത് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കൂ. ഈ വിദ്വേഷ പ്രചാരകർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് ആരാണ്? ഇപ്പോൾ വെള്ളാപ്പള്ളി ആരാണ് കേരള രാഷ്ട്രീയത്തിൽ മുന്നണികൾ, അവരുടെ വകുപ്പുകൾ, അതിലൊക്കെ ഇടപെടാൻ അദ്ദേഹത്തിനുള്ള അധികാരവും അവകാശവും എന്താണ്? അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ പറയും SNDP എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി, SNDP എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ഈ ഇതിലേക്ക് മാത്രമേ UDF വരുമ്പോൾ മാത്രമേ ഇവർ പറഞ്ഞു വരുന്നത്. ഇടതുപക്ഷത്ത് വരുമ്പോൾ ആ ഇടതുപക്ഷത്ത് ഏത് സമുദായക്കാരാണ് മന്ത്രി, അത് വേണം ഇത് വേണമെന്നോ, പേഴ്സണൽ സ്റ്റാഫിൽ ആര് വേണം, എത്ര, ഈ കണക്കുകളൊന്നും ചോദിക്കുന്നില്ലല്ലോ. UDF വരികയാണെങ്കിൽ ഇവന്മാരെല്ലാവരും വരുന്നു, എന്നിട്ട് അതിലിത്ര പോരാ, ഇതിലിത്ര പോരാ. എന്നാൽ ഇവരൊക്കെ നിന്ന സ്റ്റാൻഡ് എങ്ങനെ, ഇവർ പിന്തുണയിലാണോ എന്നതെങ്കിൽ തിരക്കിടില്ല. ഈ സമദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ ആളുകൾ UDFന് അധികാരം കിട്ടുമ്പോൾ ഇവർ പറഞ്ഞു വരുന്നു. ഇപ്പം എന്താണ്, നേരത്തെ ആണെങ്കിൽ ഇതാ പേഴ്സണൽ സ്റ്റാഫുകൾ കണക്കി വയ്ക്കുന്നു. പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഏതൊക്കെ സമുദായക്കാരുണ്ട്? റോജി പിന്നെ എന്താണ് നമ്മളെ കഴിഞ്ഞ മിനിസ്റ്റർ റോജിൻ്റെ സ്റ്റാഫിൽ എത്ര ആളുകളുണ്ട്? ഇതൊക്കെ ഇവർ ചോദിക്കുമോ? ഇതൊക്കെ ഇവർ ചോദിക്കുന്നത് എന്തിനാണ്? ഈ നാട് ഈ BJPക്കാരന് വേണ്ടി മറ്റു ഉത്തരേന്ത്യൻ സ്റ്റേറ്റിനെ പോലെ ഈ കേരളത്തിനെ ആക്കി തീർക്കുന്ന പ്രവൃത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ഈ വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പ്രചരണം നടത്തുക എന്ന രീതിയിലൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഞാൻ എൻ്റെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം ഞാനൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം. വേറെ ഒന്നുമല്ല, വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്ത് സ്കൂൾ എന്നായിരുന്നല്ലോ പറഞ്ഞത്, അതേപോലെ മലബാറിൽ വിദ്യാലയങ്ങൾ എന്ന് നിലവിലെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഞാനിവിടെ കൊടുക്കാം. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വിദ്വേഷ പ്രചരണം നടത്തുന്നവരെ ജയിലിൽ അടയ്ക്കുന്ന നിയമനിർമ്മാണമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ വലിയ ആവേശത്തിൽ പറയുന്നു. കേരളത്തിലും ഉണ്ടാക്കേണ്ടി വരുമെന്ന രീതിയിൽ ലീഗ് വക്താവ് പറയുന്നു. വെള്ളാപ്പള്ളി നടേശനെയാണ് ലക്ഷ്യം വെക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെ ഒരു നിയമം അങ്ങ് നടപ്പിലാക്കിയാൽ എങ്ങനെ പിന്നെ ലീഗ് മുന്നോട്ട് പോകും? വിദ്വേഷ പ്രചരണമൊക്കെ നടത്തുന്നവരെ ജയിലിൽ അടയ്ക്കാൻ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു നിയമം അങ്ങ് കൊണ്ടുവന്നാൽ, BJP ഭരിക്കുന്നിടത്തൊക്കെ തന്നെ കൊണ്ടുവന്നാൽ എങ്ങനെ ലീഗും കോൺഗ്രസും പിന്നെ മുന്നോട്ട് പോകും? തങ്ങൾക്കെതിരെ ആര് പറയുന്നു അതൊക്കെ വിദ്വേഷ പ്രചരണമായിട്ടല്ലേ കോൺഗ്രസ് നോക്കിക്കാണുന്നത്, ലീഗ് വക്താവ് നോക്കിക്കാണുന്നത്? അതേ ശൈലിയിൽ BJP രാജ്യം ഭരിക്കൽ, അടക്കി ഭരിക്കൽ തുടങ്ങിയിട്ട് 3ാം ടേമ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷെ കോൺഗ്രസ് വരുമ്പോഴേക്കും ഞങ്ങൾ എതിരാളികളെ അടച്ചുപൂട്ടാൻ, ഏത് വെള്ളാപ്പള്ളി നടേശനെ പൂട്ടാൻ, വിദ്വേഷ പ്രചാരകരെയൊക്കെ അടയ്ക്കാനുള്ള ഒരു നീക്കമൊക്കെ കോൺഗ്രസ് UDF ഒക്കെ നടത്തിയാൽ അത് അവരുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം. വിദ്വേഷ പ്രചരണമാണോ വെള്ളാപ്പള്ളി നടത്തുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ വി.ഡി. സതീശൻ എന്തായി നടത്തിയത്? നിങ്ങൾ ഒന്ന് കേട്ടു. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിന് പകരം അവരോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതൃത്വത്തിനും അപക്വമായ തീരുമാനമാണ് നമ്മൾ എടുത്തത്, ഭരണപരമായ പക്വത നമ്മൾ ആ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അത് അപ്പൊ നമുക്കൊരു തെറ്റാണ് പറ്റിയതെങ്കിൽ നമ്മളത് വിലയിരുത്തണം. അവൻ തീർന്നു കഴിഞ്ഞപ്പോ വീണ്ടും മലബാറിന് 33 സ്കൂളുകൾ കൊടുക്കുന്നതായിരുന്നു. 33 സ്കൂളുകൾ കൊടുക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് അർഹമായ സ്കൂളുകളായിരിക്കാം, തെറ്റില്ല. പക്ഷെ എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം
ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ 33 സ്കൂള്. അവിടെ ഒരാൾ പറയണ്ടേ ഇത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഒന്ന് മാറ്റി വെക്കി, നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലായി കഴിയുമ്പോ നമുക്കെടുത്ത് കൊടുക്കാം. ഇപ്പൊ ധൃതി എന്താ, ഇപ്പൊ തന്നെ കൊടുക്കണം ധൃതി എന്താ? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോൾട്ടേഷൻ ഒക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം ആരും ചോദിച്ചില്ല അല്ലേ? ആരും പറഞ്ഞില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നു, ചോദിച്ചിരുന്നു, ഓർമ്മപ്പെടുത്തിയിരുന്നു എങ്കിൽ ആ തീരുമാനം ഗവൺമെന്റ് എടുക്കില്ലായിരുന്നു. ആ തീരുമാനം കൂടി വന്നപ്പോൾ ആളുകൾക്ക് സംശയം ഇത് നമ്മൾ തന്നെയാണ് അറിയിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, വി.ഡി. സതീശൻ വ്യക്തമായിട്ട് 5ാം മന്ത്രിസ്ഥാനം ലീഗിന്റെ വിഷയത്തില് അലങ്കോലമായി കിടക്കുന്നു കേരളത്തിന്റെ അന്തരീക്ഷം. ആ സമയത്ത് മലബാറിലേക്ക് 33 വിദ്യാലയങ്ങൾ, സ്കൂളുകൾ കൊടുത്തത് ശരിയായില്ല എന്ന് തന്നെയല്ലേ ഈ പച്ചക്ക് പറയുന്നത്? 5ാം മന്ത്രി വിഷയത്തിൽ അലങ്കോലമായി കിടക്കുന്നു. നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞതാ. അപ്പൊ ലീഗിനെതിരെ പറയുന്ന വെള്ളാപ്പള്ളി ഇതേ ശൈലിയിൽ തന്നെയല്ലേ ഈ മലപ്പുറത്തേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത്? വി.ഡി. സതീശൻ അത് മലബാറിലേക്ക് കൊടുത്തു, അത് ശരിയല്ല എന്ന തരത്തിൽ വ്യക്തമായിട്ട് പറയുന്നതല്ലേ നമ്മൾ ഈ കേട്ടത്? നമ്മൾ ആരും എടുത്തു പറയല്ല, സതീശൻ അന്ന് പ്രസംഗിച്ചതാ. അപ്പോ ഈ പ്രസംഗവും ഈ ലീഗ് വക്താവിനൊക്കെ വിദ്വേഷ പ്രചരണമായിട്ടാണോ? തങ്ങൾക്കെതിരെ ആര് പറഞ്ഞാൽ അത് വിദ്വേഷ പ്രചരണം എന്നല്ലേ ലീഗ് വക്താവിന്റെ ഒക്കെ ഒരു ശൈലി? പിന്നെ ലീഗ് വക്താവ് കിടന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഓ ഇടതുപക്ഷം LDF വന്ന സമയത്ത് ഒരു വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയില്ല, മതമാരും ചോദിച്ചില്ല, സമുദായം ആരും ചോദിച്ചില്ല. അല്ലെങ്കിലും എന്തിനു ചോദിക്കുക? LDF എവിടെയാ ഒരു മതപാർട്ടി ഉള്ളത്? LDF ഏതെങ്കിലും ലീഗ് ഉണ്ടോ? ക്രിസ്ത്യൻ ലീഗോ ഹിന്ദു ലീഗോ ഉണ്ടോ? LDF ഭാഗമായിട്ട് ഒരു ലീഗും ഇല്ലല്ലോ. UDF ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഒരു മതത്തിന്റെ പേരിൽ 5 മന്ത്രിമാർ, ഒരു മതത്തിന്റെ പേരിൽ നിരവധി MLA-മാർ, നിരവധി അധികാര പരിധികളിലേക്ക് ആളുകളെത്തുക, അധികാരത്തിലേക്ക് ഒരു മതത്തിന്റെ പേരിൽ ജയിച്ചു വന്നിട്ടേ. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു മത നേതാക്കന്മാർ UDF ഭരിക്കുമ്പോ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? അതൊക്കെയാണോ വിദ്വേഷ പ്രചരണം? ഇത് മലയാളികൾ തിരിച്ചറിയണം. തങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് വിദ്വേഷ പ്രചരണമാണെങ്കിൽ BJP ഭരിക്കുന്നിടത്തൊക്കെ ഇതങ്ങ് നടപ്പിലാക്കിയാൽ ലീഗൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും. ലീഗ് മലബാറിൽ മാത്രമേ ഉള്ളൂ. ആ ബോധത്തിൽ വേണം ലീഗ് മുന്നോട്ട് പോവാൻ. സകല മലയാളികളും തിരിച്ചറിയും, ഒരു മതത്തിന്റെ പേരിൽ ഈ പറയുന്ന 5 മന്ത്രിമാരെ ഉൾപ്പെടെ വാങ്ങിയെടുത്ത് നിരവധി MLA-മാരെയൊക്കെ ജയിപ്പിച്ച് ഇരിക്കുന്ന ആളുകൾ പറയാ മറ്റു മതക്കാരിത് ചോദിക്കുന്നത് തന്നെ പ്രശ്നമാണോ എന്ന്. അതെങ്ങനെയാ പ്രശ്നമാകുക? ഈ പറയുന്ന മറ്റു മതത്തിൽ നിന്നൊന്നും ആരും വോട്ട് ചെയ്തിട്ടില്ലേ? ലളിതമായ ചോദ്യ. മറ്റൊരു സ്ഥലത്തൊന്നും ഒരു വോട്ടും ചെയ്തിട്ടില്ലേ? അപ്പൊ മറ്റുള്ള ആരും ചോദിക്കരുത്, ഞങ്ങൾക്കെന്തും ചെയ്യാ, ഞങ്ങൾക്കെന്തും അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതൊക്കെ അല്ലേ യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത്? ലീഗിനൊക്കെ വിദ്വേഷ പ്രചരണമെന്നോ വർഗീയ പ്രചരണമൊക്കെ പറയാനുള്ള അർഹതയുണ്ടോ? ഒരു മതപാർട്ടിയല്ലേ ഈ ലീഗ് എന്ന് പറയുന്നത്? എന്നിട്ട് ഈ ലീഗ് വലിയ മതേതരൊക്കെ പ്രസംഗിക്കുമ്പോ ബോധമുള്ള ആളുകൾ പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത്. ഇവിടെ യഥാർത്ഥത്തില് ഇവർക്ക് എന്തും ഇവരുടേതായ രീതിയിൽ വാങ്ങിയെടുക്കുക. വേറെ ആരും മിണ്ടരുത്, വേറെ ആരും മിണ്ടരുത്. ആരും മിണ്ടിയാലും അത് അങ്ങനത്തെ പ്രസംഗം, ഇത് ഇങ്ങനത്തെ പ്രശ്നം, എന്നിട്ട് ഉത്തരേന്ത്യയിലുള്ള BJP ഭരിക്കുന്നത് പോലെയുള്ള സ്ഥലങ്ങളാക്കി തീർക്കാൻ കേരളം എന്ന് നാടല്ലേ? യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ ജനതയെ പോലും ഈ ലീഗൊക്കെ അപമാനിക്കില്ലേ? ഈ ലീഗൊക്കെ ഇങ്ങനെ നിരന്തരം അപമാനിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ഉപ്പ് വെച്ച കലം പോലെ ആയത്. ഈ ലീഗ് ഒപ്പം ഉണ്ട് എന്നതിന്റെ പേരിൽ തന്നെ ഉത്തരേന്ത്യയിൽ വലിയ പരാജയമാണ് മിക്കവാറും സമയങ്ങളിൽ ഏറ്റുവാങ്ങാറുള്ളത്. എത്ര വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ലീഗ് ഇവിടെ നടത്തിയിട്ടുള്ള റാലികളൊക്കെ, ആ റാലികളും അതൊക്കെ വെച്ചിട്ട് വലിയ പ്രചരണം ഉത്തരേന്ത്യയിലുണ്ട്. ലീഗ് ഒപ്പം ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ഉപ്പ് വെച്ച കലം പോലെ ആവാറുള്ളത്. എന്നിട്ടും ഉത്തരേന്ത്യ നമ്മളെ പോലുള്ള ജനങ്ങളുള്ള ഒരു നാടല്ലേ? അവിടെയും പ്രതിപക്ഷത്തിന് ഈ പറയുന്ന അഖിലേഷ് യാദവിനൊക്കെ നിരവധി MP-മാരൊക്കെ വിജയിച്ചിട്ടുണ്ട്. സകല ആളുകളെ അടച്ചാക്ഷേപിക്കുക ലീഗ് മാത്രം വലിയ സംഭവം. ലീഗ് പറയുക ഒക്കെ മതേതരത്വം. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞാൽ മതി. ഒരു മത പാർട്ടി എന്ത് പറഞ്ഞാലും അത് ആ മതത്തിന് വേണ്ടി മാത്രമാണ് പറയുന്നത് എന്നൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയുക.